ജാപ്പനീസ് വൃത്തിയുടെ കാര്യത്തിൽ വളരെ നിഷ്കർഷയുള്ളവരാണെന്ന് നമുക്കറിയാം. അവരുടെ വീട് വൃത്തിയാക്കലിൻ്റെ കോൻമാരി മെത്തേഡിനെ പറ്റി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അവരുടെ മറ്റ് ക്ലീനിങ് ടെക്നിക്കുകൾ കൂടി നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമതായിട്ടുള്ളത് ദാൻഷാരി മെത്തേഡാണ്. ഇതിൽ ദാൻ എന്ന് പറയുമ്പോൾ തടയുക, നിഷേധിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഷാ മീൻസ് കളയുക, രി എന്ന് പറയുമ്പോൾ ബന്ധം വിച്ഛേദിക്കുക, വേർപെടുത്തുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ആവശ്യമില്ലാത്ത വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തടയുക. എന്ത് വാങ്ങുമ്പോഴും ഇതെനിക്ക് ആവശ്യമുണ്ടോ എന്ന് സ്വയം ഒന്ന് ചോദിക്കുക. അനാവശ്യമായവ നിരസിക്കുക. വസ്തുക്കളോടുള്ള അമിത മോഹം ഉപേക്ഷിക്കുക. സാധനങ്ങൾ വെറും വസ്തുവാണ് എന്ന് മനസ്സിലാക്കി മനസ്സിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക. ഇത് നമുക്ക് മനസ്സമാധാനം തരും. അടുത്ത ഇനം ഒസൂജി അഥവാ വലിയ വൃത്തിയാക്കലാണ്. ഡിസംബർ മാസം അവസാനം പുതുവർഷത്തിന് മുന്നോടിയായി നടത്തുന്ന വീടിൻ്റെ അറ്റകുറ്റപ്പണികളും ശുചീകരണ പ്രവർത്തനങ്ങളുമാണിത്. ഇത് ആഴത്തിലുള്ള വൃത്തിയാക്കലാണ്. വൃത്തിയാക്കൽ എപ്പോഴും ടോപ്പ് ടു ബോട്ടം ആയിരിക്കണം. അലമാരകളും ഫർണിച്ചറുകളും മറ്റും വൃത്തിയാക്കിയതിന് ശേഷം തറ വൃത്തിയാക്കുക. നമ്മൾ കേരളത്തിൽ കർക്കിടകം 1-ാം തീയതിക്ക് മുൻപായി ഈ വിധം വീട് വൃത്തിയാക്കാറുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ മോശം കാര്യങ്ങളെ പുറന്തള്ളാനും മനസ്സിൽ പുതിയ ഉന്മേഷം നിറയ്ക്കാനും സഹായിക്കും. സെൻ മിനിമലിസമാണ് അടുത്ത ടെക്നിക്ക്. അതായത് കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ച് ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുക. എംപ്റ്റി സ്പേസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അടുത്ത ഇനം കിയോമേരു ആണ്. ഇതിൻ്റെ അർത്ഥം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ശുചീകരണം വെറും ഒരു ജോലിയായി കാണാതെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു ധ്യാനമായിട്ടാണ് ജാപ്പനീസ് ഇതിനെ കാണുന്നത്. ജപ്പാനിലെ വീട് വൃത്തിയാക്കൽ രീതികളിൽ ഏറ്റവും പ്രധാനമാണ് കാൻഗി. കാൻഗി എന്നാൽ വായുസഞ്ചാരം എന്നാണ് അർത്ഥം. വീടിനുള്ളിലുള്ള അശുദ്ധമായ വായുവിനെ പുറന്തള്ളുകയും പുറത്തെ ശുദ്ധമായ വായുവിനെ അകത്തേക്ക് കയറ്റിവിടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത്. പഴയതും മോശമായതുമായ ഊർജ്ജത്തെ പുറന്തള്ളി പകരം പുതിയ പോസിറ്റീവായ ഊർജ്ജത്തെ അകത്തേക്ക് കൊണ്ടുവരുന്നതായാണ് ജാപ്പനീസ് വിശ്വസിക്കുന്നത്. ജപ്പാനിലെ വീടുകൾക്ക് 24 hours വെന്റിലേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണമെന്നത് നിയമമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗൻഗൻ എത്തിക്കറ്റ്സ് ആണ്. ജാപ്പനീസ് സംസ്കാരത്തിൽ വീടിൻ്റെ പ്രധാന പ്രവേശന കവാടമാണ് ഗൻഗൻ എന്നറിയപ്പെടുന്നത്. വീടിൻ്റെ പുറം ലോകവും വീടിന് ഉൾവശവും ആയിട്ടുള്ള ഒരു അതിർവരമ്പായിട്ടാണ് ഗൻഗൻ കണക്കാക്കപ്പെടുന്നത്. വീടിൻ്റെ ശുചിത്വവും സന്ദർശകരോടുള്ള ബഹുമാനവും ഗൻഗൻ എത്രമാത്രം വൃത്തിയായി സൂക്ഷിക്കുന്നു എന്നതിലൂടെയാണ് അളക്കുന്നത്. പുറത്തുനിന്നും വരുന്ന ഒരു വ്യക്തി ഷൂ അഴിച്ച് വാതിലിന് അഭിമുഖമായി വെച്ച് കാൽ തറയിൽ തൊടാതെ അതിഥികൾക്ക് അകത്തേക്ക് പ്രവേശിക്കാനായി വെച്ചിട്ടുള്ള സ്ലിപ്പർ ധരിച്ച് വേണം അകത്തേക്ക് കയറാൻ. അകത്തേക്ക് കടക്കുമ്പോൾ ഒജിയാമ ഷിമാസു എന്ന് പറയുക. ദാറ്റ് മീൻസ് ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തുന്നു. ഇത് ആ വീട്ടുകാരോടുള്ള ബഹുമാനമായിട്ടാണ് കരുതപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഗൻഗൻ വെറും ഒരു വാതിലല്ല, അത് വീടിൻ്റെ മുഖമാണ്. ഇത് വൃത്തിയായി സൂക്ഷിക്കുന്നത് വീടിൻ്റെ അച്ചടക്കത്തിൻ്റെയും സന്ദർശകരോടുള്ള ബഹുമാനത്തിൻ്റെയും അടയാളമാണ്. ജോലിസ്ഥലവും വീടും വൃത്തിയാക്കുന്നതിനുള്ള ജാപ്പനീസിൻ്റെ മറ്റൊരു രീതിയാണ് 5S മെത്തേഡ്. ഇതിൽ 5S മീൻസ് സോർട്ട്, സെറ്റ് ഇൻ ഓർഡർ, ഷൈൻ, സ്റ്റാൻഡേർഡൈസ് ആൻഡ് സസ്റ്റെയിൻ. ആവശ്യമുള്ളതും ഇല്ലാത്തതും തരംതിരിക്കുക. ആവശ്യമുള്ളവ കൃത്യമായി എളുപ്പം എടുക്കത്തക്ക രീതിയിൽ തന്നെ ലേബൽ ചെയ്ത് വയ്ക്കുക. ഇനിയും അത് ജോലിസ്ഥലമാണെങ്കിൽ യന്ത്രങ്ങളും തറയും വൃത്തിയായി സൂക്ഷിക്കുക. വീടാണെങ്കിൽ പാചകം ചെയ്യുന്ന പാത്രങ്ങൾ അപ്പപ്പോൾ ക്ലീൻ ചെയ്യുക. അടുക്കളയും ടോയ്ലറ്റും എല്ലാ ദിവസവും വൃത്തിയാക്കുക. മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങൾക്കും നിയമം ഉണ്ടാക്കുക. എന്ത്, എപ്പോൾ, എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു പോളിസി ഫ്രെയിം ചെയ്യുക. ഈ നിയമങ്ങൾ എന്നും പാലിക്കുക. ദെൻ ലാസ്റ്റ് മൊത്തേനായി എന്നാൽ ഒരു വിഭവമോ വസ്തുവോ അനാവശ്യമായി പാഴാക്കി കളയുന്നതിലുള്ള അതൃപ്തിയോ ഖേദമോ ആണ്. ഇതിന് 3R ടെക്നിക്ക് ഉപയോഗിക്കുന്നു. അതായത് റെഡ്യൂസ്, ഉപയോഗം കുറയ്ക്കുക; റീയൂസ്, വീണ്ടും ഉപയോഗിക്കുക; റീസൈക്കിൾ, പുനരുപയോഗം ചെയ്യുക. ജാപ്പനീസ് ക്ലീനിങ് രീതി അഴുക്ക് കളയുന്നതിനൊപ്പം വീടിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്ന ഒരു ആത്മീയ പ്രക്രിയയാണ്. വീട്ടിലെ എല്ലാ അംഗങ്ങളും ചേർന്നാണ് വീട് വൃത്തിയാക്കുന്നത്. ഇത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമ വർദ്ധിപ്പിക്കുന്നു.